ഹായ് ഫ്രണ്ട്സ്, ഇതൊരു പ്ലാസ്റ്റിക് കവർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പൂമ്പാറ്റയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരും കാണണേ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, മോൻ പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ്. അതായത് വേസ്റ്റ് മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് നല്ല നീറ്റായിട്ടുള്ള കവർ, ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോഴുള്ള കവറുകളാണ്. അപ്പോൾ അതിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രശലഭമാണ്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്ക് മടക്കാനും എടുക്കാനും നൂത്തെടുക്കാനും പറ്റുന്ന നല്ല രീതിയിലൊരു ബട്ടർഫ്ലൈ ആണ് ഈ ചെയ്യുന്നത്. അതിന് സിമ്പിളായിട്ട് കണ്ടില്ലേ, ബ്ലാക്ക് സ്കെച്ച് പെൻ കൊണ്ട് ഇത് കാണിക്കുന്ന കണക്ക് സ്കെച്ച് പെൻ കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ഔട്ട്ലൈൻ ഇട്ട് അതിൻ്റെ മേളിൽ നമ്മളിത് ഗോൾഡൻ വയർ, അത് കമ്പി ഒട്ടിച്ചെടുത്ത് ചെയ്തത്. അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് മടക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, രണ്ട് ലെയറായിട്ട് രണ്ട് മടക്ക് വലിയ കവറുകളാണിത്. അപ്പം നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരു ഗോൾഡൻ വയർ ഒട്ടിച്ച് കഴിയുമ്പോഴാണ് കറക്റ്റ്ലി ഒരു ബട്ടർഫ്ലൈ തന്നെ ആയി കിട്ടുന്ന ഒരു ഇത് വെറും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കവറാണ്. പക്ഷേ ആ ഒരു ഗോൾഡൻ വയർ കമ്പി ഒട്ടിക്കുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ രണ്ട് കവർ ഒരുമിച്ച് ഈ B7000 എന്ന ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ട് കട്ടിങ്സുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒരു പ്ലാസ്റ്റിക് കവറല്ല, രണ്ടെണ്ണം ചേർത്ത് വെച്ചാണ് ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടെങ്കിൽ കാണാനും നല്ല മനോഹരമാണ്. ഇനി ഇത് ചെയ്യുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്ലൂ ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം എന്താ പറയുന്നത്, അത് നല്ല ഉയർന്ന് തന്നെ ഇരിക്കും. നല്ല തിക്നെസ്സോടുകൂടി ഉണങ്ങി കഴിയുമ്പോൾ നല്ല തിക്നെസ്സോടുകൂടി ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് കളർ ചെയ്യാൻ ഒരു ബൗണ്ടറി പോലെ നമുക്ക് ഈ ഒരു ഗ്ലൂയിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഗ്ലൂ നമ്മൾ അതിൻ്റെ ഡിസൈൻ ഷേപ്പ് അനുസരിച്ച് ഗ്ലൂ കൊണ്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അത് 4 പോർഷനും ഗ്ലൂ കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് നമുക്ക് വേണ്ടുന്ന ഡിസൈനുകൾ അതിൽ ഔട്ട്ലൈൻ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ആ ഔട്ട്ലൈൻ ഇടുന്നതിൽ ഇതിപ്പം 4 ഔട്ട്ലൈനാണ് ഇട്ടിരിക്കുന്നത്. നമ്മളൊരു എതളിൻ്റെ ഷേപ്പിൽ, ആ ഒരു ഷേപ്പിൽ പിന്നെ ഗോൾഡൻ വയർ കമ്പി ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പം ഈ ഒരു ഗ്ലൂ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ഗ്ലൂ ഔട്ട്ലൈൻ ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ കമ്പി ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ആ കമ്പി നമുക്ക് വളച്ച് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു ഗ്ലൂ എന്ന് വെച്ചാൽ സൂപ്പർ ആയിട്ടുള്ള ഗ്ലൂ തന്നെയാണ്. നമ്മൾ ഗ്ലൂ ഗണ്ണിനേയും കാര്യം സേഫാണ്. ഗ്ലൂ ഗണ്ണെന്ന് വെച്ചാൽ നമ്മുടെ കൈ ചിലപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ കൈ അത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഗ്ലൂ കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട്, നമുക്കിപ്പോൾ എങ്ങനെ ഔട്ട്ലൈൻ വേണമെങ്കിലും ചെയ്ത് ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഗോപിപ്പൊട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു എതളിൻ്റെ ഷേപ്പ് വരച്ച് ഇനി അതിന് ചുറ്റും ഈ ഒരു കമ്പി ചെയ്യാൻ പോവുകയാണ്. ഇനി അതിന് ചുറ്റും ഉണ്ടല്ലേ ഒരു ഗോൾഡൻ വയർ, അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് നോക്കി, അതിൻ്റെ ആ ഒരു ഷേപ്പ് നോക്കി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ചൊരു 10-15 മിനിറ്റ് ഈ ഒരു ഗ്ലൂ അതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. കാരണം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇത് ഗോൾഡൻ വയർ കറക്റ്റ്ലി അത് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ. ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുകയാണ് ആ ഒരു ഗോൾഡൻ വയറിൻ്റെ. ഇത് കുറച്ച് സിഗ്സാക്കായി ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറായിരുന്നു. അപ്പോൾ കുറച്ച് സിഗ്സാക്ക് ലൈൻസായി അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തി പിടിച്ച് അത് എത്ര അളവ് നമുക്ക് എടുക്കണമെന്നുള്ളത് അതിൽ വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം വളരെ സാവകാശം വേണം. കാരണം ഈ ഒരു ഗ്ലൂ കമ്പി ആയതുകൊണ്ട് ഒരു ഗോൾഡൻ വയർ ആയതുകൊണ്ട് ആ ഒരു വളവ് അനുസരിച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് പേഷ്യൻസോടുകൂടി ചെയ്തെടുക്കണം. 4 ലൈനും നമ്മളത് കറക്റ്റ്ലി അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി ആ സെൻറ്ററിൽ ആ ഒരു ആ ഒരു പുഴുവിന് വേണ്ടിയിട്ട്, ഒരു വോമിന് വേണ്ടിയിട്ട് നമ്മളത് വെറുതെ ആ ഒരു പ്ലാസ്റ്റിക് കവർ വെറുതെ ചുരുട്ടി സെൻറ്ററിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കമ്പി ഉള്ളത് കൊണ്ടാണ് നല്ല വിങ്സായിട്ട് ആ ചിറകായിട്ട് തന്നെ നമുക്ക് നല്ല രസമായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തപ്പം കുട്ടികൾക്ക് പ്രസ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഐറ്റമായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എനിക്ക് തോന്നിയത് കൊച്ചു കുട്ടികൾക്കെല്ലാം നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്.
കണ്ടില്ല ആ ഒരു കമ്പി നമ്മൾ അതിന് ചുറ്റും റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു പുഴുവിനെ നമ്മൾ വെറുതെ ചുരുട്ടി മടക്കി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, കട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ബാക്കിൽ. ഇനിയെന്ന് വെച്ചാൽ കണ്ടില്ലേ എടുത്ത് അത് നമുക്ക് യഥേഷ്ടം നല്ല സ്റ്റഡി ആയിട്ടിരിക്കും. ആ പ്ലാസ്റ്റിക് കവർ ആണെന്നേ തോന്നത്തില്ല. ആ ഒരു രീതിയിൽ നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈയിൽ ആ ഒരു ഫീലിങ്സ് തന്നെ വരും. കണ്ടില്ലേ കറക്റ്റ് അതിൻ്റെ അകത്ത് ഒരു ഡബിൾ രണ്ട്, അതായത് ഒരു സൈഡിലെ വിങ്ങിൽ 2 ഡിസൈൻ, ആ 2 ഡിസൈനിലും ആ ഒരു ഗോൾഡൻ വയർ ഒട്ടിച്ച് വെച്ച്, അതുകൊണ്ട് മാത്രമാണ് അത്രയും കണ്ടില്ലേ സോഫ്റ്റ്. ആ ഒരു 2 ലൈനും അതുപോലെ തന്നെ ഡിസൈനിലും ചെയ്തിട്ടുണ്ട്, ലൈൻസുകൾ അതിലിട്ടിട്ടുണ്ട്. കണ്ടില്ലേ ആ ലൈൻസുകൾ, അതായത് 2 ഓവൽ ഷേപ്പും അതുപോലെ തന്നെ ആ ഓവൽ ഷേപ്പിന് ചുറ്റും ഈ 2 ലൈൻസുകളും വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ലൈൻസിലും ആ ഒരു ഗോൾഡൻ വയർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ കളർ ആദ്യമേ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബ്ലൂ കളറും ഗോൾഡൻ കളറുമാണ്. അപ്പം ബ്ലൂ കളർ ഇതിന് മുമ്പേ കുറേ ബട്ടർഫ്ലൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. എനിക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാം എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഏറെ ഇഷ്ടം എനിക്ക് ബട്ടർഫ്ലൈ ഒരുപാട് ഇഷ്ടമാണ്. കാരണം വിവിധ പല വർണ്ണങ്ങളിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ആ ഒരു 4 ഓവൽ ഷേപ്പ് കംപ്ലീറ്റ് ബ്ലൂ കളർ ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല എടുപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ യെല്ലോ കോമ്പിനേഷൻ റെഡ് കളർ, അത് 2 യോജിക്കും. പക്ഷേ അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് റെഡ് ഒക്കെ വെച്ച്. ബട്ടർഫ്ലൈ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് ചുറ്റും റൗണ്ട് കൊടുത്ത് ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടില്ലേ നല്ലതുപോലെ മടക്കാൻ പറ്റും. ഇത് പ്ലാസ്റ്റിക് കവറാണെന്ന് പറയത്തതേ ഇല്ല. ആ ഒരു രീതിയിൽ ട്രാൻസ്പെറൻ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കരുതിയില്ല. അത് ഏത് ഐറ്റംസ് ആയാലും ഏറ്റവും ലാസ്റ്റായിരിക്കും നമുക്കത് അത്രയ്ക്കൊരു എന്താ പറയുന്ന ഒരു സന്തോഷം തോന്നുന്നത്. നമ്മൾ ചെയ്ത ഒരു വർക്ക് കാണുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം സന്തോഷം തോന്നും. ഇനിയിപ്പോൾ ആ ഒരു ബ്ലാക്ക് കൊടുത്ത ഭാഗത്തും അല്ലാത്ത ഭാഗത്തും ചെറിയ ഡോട്ട്സുകളിട്ട് നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ഡിസൈൻ ചെയ്യാം. ആ ചുറ്റിനും ആ ഒരു ഡോട്ട്സും ഇട്ട് ആ ഒരു വൈറ്റ് കൊടുത്തപ്പോഴാണ് ആ ബട്ടർഫ്ലൈയുടെ കറക്റ്റ്ലി നല്ല ഒരു എടുപ്പ് തോന്നിയത്. ഇതുപോലെ വളരെ മനോഹരമായിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ക്രാഫ്റ്റ് ഐറ്റമാണ്.